അങ്ങനെ നമ്മുടെ കായക്കിംഗ് യാത്ര അതാ വഞ്ചി തുഴഞ്ഞ് ഒരു വിജനമായ പ്രദേശത്ത് എത്തിപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു കായക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്ന് അതിയായ മോഹമുണ്ട്. ഇവിടെ ഭയങ്കര ഡീപ്പാണ്. എന്നിരുന്നാൽ പോലും പണ്ട് പുഴയിലൊക്കെ ചാലക്കുടി പുഴയിൽ നീന്തി കുളിച്ച് കടന്നിരുന്ന ആ ഒരു ഓർമ്മകൾ നീന്താനായിട്ട് ഇന്നും ഇടയ്ക്കിടയ്ക്ക് കാലിഫോർണിയയിലെ സാന്റാമോണിക്ക ബീച്ച്, വെനീസ് ബീച്ചിലൊക്കെ പോയി നീന്താറുണ്ട്. അപ്പോൾ കടലിലും നീന്താറുണ്ട്. ഈ കടലിൽ നീന്തുന്നതിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കടലിൽ ചിലപ്പോൾ നമുക്കൊരു ഭയം ഉളവാക്കുന്ന ഒരു സംഗതിയാണ് കടലിൽ നീന്താന്ന് പറഞ്ഞാൽ. വഞ്ചി പാറ പിടിക്കാനുള്ള ഒരു പരിപാടി ഒന്ന് ഒതുക്കട്ടെ. അപ്പം ആ ഒരു കടലിൽ നീന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ ഞാൻ ഈ സാന്റാമോണിക്ക ബീച്ച്, ലോസ് ഏഞ്ചൽസിനടുത്ത് സാന്റാമോണിക്ക ബീച്ച്, വെനീസ് ബീച്ച് എന്നുള്ള പ്രദേശത്ത് ഞാൻ ഓടും. ഈ കരയെക്കൂടെ മണലിക്കൂടെ ചെരുപ്പിടാണ്ട് ഓടിയിട്ട് നമ്മൾ ഈ കാരണം ആ പ്രദേശത്ത് അല്പം തണുപ്പുണ്ടാവും. വെള്ളത്തിന് തണുപ്പുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. നമുക്കറിയാലോ, നമ്മൾ വളരെ ഉഷ്ണപ്രദേശത്താണ്, ഹ്യൂമിഡ് ഒരു പ്രദേശമാണ് കേരളം. ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്. അവിടെ ജനിച്ച് വളർന്ന ആ ഒരു ഇത് നമുക്കിപ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ തണുപ്പ് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇതാ ഇവിടെ മീനൊക്കെ ഉണ്ട് കേട്ടോ, ചെറു മീനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഓടിയിട്ട് പിന്നെ വെള്ളത്തിൽ ചാടും. നേരത്തെ കഴിയുമ്പോൾ ഒരു 5 മൈൽ 6 മൈൽ ഓടിക്കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ചാടിയിട്ട് കരയ്ക്ക് നിൽക്കരുത്. നമ്മൾ ആ ഒരു തിര വന്നടിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് കടന്നിട്ട് വെറുതെ ഫ്ലോട്ട് ചെയ്ത് നിന്നാൽ മതി. ഫ്ലോട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ ആ ഒരു ഫ്ലോട്ടിങ്ങിൽ ഇങ്ങനെ നമുക്ക് നിൽക്കാൻ സാധിക്കും. ഞാൻ ഈ കടലിൽ പോകുന്ന അതൊരു വലിയൊരു വർക്കൗട്ടാണ്. ഒരു അരമണിക്കൂർ ഇങ്ങനെ വെറുതെ ഫ്ലോട്ട് ചെയ്ത് ഭയക്കരുത്, തിരേനെ ഭയക്കരുത്. തിര ഇങ്ങനെ മലന്ന് അടിക്കുന്ന സ്ഥലത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിച്ച് കരയിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഇത് വലിയൊരു രഹസ്യമാണ് കേട്ടോ. നിങ്ങൾ ആ കടലിലെ ഭയം തീർന്ന് നിങ്ങൾ നീന്താൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും ഭയം നിങ്ങൾക്ക് കടലിനോട് തോന്നില്ല. പക്ഷേ ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, അടിയൊഴുക്ക്, അണ്ടർ കറൻറ്റ്. അപ്പോൾ സാധാരണ ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഹലോ യെസ് അപ്പോൾ കാലിഫോർണിയ പോലത്തെ സ്ഥലത്തൊക്കെ ലൈഫ് ഇത് ഒക്കെ ഉണ്ടാവും. നമ്മൾ നീന്തുന്നത് നോക്കിയൊക്കെ നിൽക്കുന്ന ആൾക്കാർ, നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഒക്കെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അടിയൊഴുക്കുണ്ടെങ്കിൽ നിങ്ങളെ കടലിലേക്ക് വലിച്ചെടുക്കും. എത്ര വലിയ നീന്തൽക്കാരനാണെങ്കിലും നിങ്ങൾ സൂക്ഷിക്കണം. കടലിൽ നീന്താൻ തീരുമാനിക്കുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ അതൊരു കടലിൽ നീന്താൻ ഉള്ളൊരു ടിപ്പ് മാത്രമാണ്. ഇനി കൂടുതൽ ടിപ്സ് എൻ്റെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കൂടുതൽ ടിപ്സ് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും.